അലി ഖമേനിയുടെ സംസ്കാരം ഇറാനിലെ മഷ്ഹദിൽ ഇന്ന് നടക്കും. ഈ അവസരത്തിലും ലോകം തിരയുന്നത് മുജ്തബ ഖമേനിയെയാണ്. പിതാവിന്റെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിലും മുജ്തബയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ഇന്ന് പിതാവിനും കുടുംബങ്ങൾക്കും രാജ്യം വിട ചൊല്ലുമ്പോൾ മുജ്തബ എത്തുമോ എന്ന ചോദ്യത്തിനാണ് ലോകം ഉത്തരം തേടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മുജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം ഇസ്രയേലും അമേരിക്കയും തീർത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഷങ്ങളായി ഔദ്യോഗിക പദവികളൊന്നും വഹിക്കാതെ തന്നെ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന നിലയിലാണ് മുജ്തബ മുൻപ് അറിയപ്പെട്ടിരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മുജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അലി ഖമേനിയുടെ പിൻഗാമിയാകുന്ന ഏത് നേതാവിനെയും ലക്ഷ്യമിടുമെന്ന് ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ പൊതുവേദികളിൽ നിന്ന് അകലം പാലിക്കാനാണ് മുജ്തബ നിർബന്ധിതനായെന്നാണ് വിലയിരുത്തൽ. മുജ്തബ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടാൽ യുഎസും ഇസ്രയേലും സ്വീകരിക്കുന്ന അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷ ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെടും വരെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്ന മുജ്തബ ഖമേനി ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ പദവിയോ ഭരണനിർവഹണമോ ചുമതലയോ നിർവഹിച്ചിരുന്നില്ല. എന്നിരുന്നാലും പരമോന്നത നേതാവിന്റെ ഓഫീസിലെ നിർണായക തീരുമാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഭരണ നടപടികൾ എന്നിവയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നാണ് വർഷങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനിലെ തീവ്ര യാഥാസ്ഥിതിക രാഷ്ട്രീയത്തിന്റെ പ്രധാന സൈദ്ധാന്തികനായിരുന്ന മുഹമ്മദ് തഗി മെഹ്ബാസ് യാദിയുടെ അടുത്ത ശിഷ്യനായിരുന്നു മുജ്തബ. ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളെക്കാൾ മത നേതൃത്വത്തിന്റെ പരമാധികാരത്തിന് മുൻഗണന നൽകുന്ന ആശയധാരയുള്ള ശക്തമായ വക്താവായാണ് അദ്ദേഹം അറിയപ്പെട്ടത്. 1969 മഷ്ഹദിൽ ജനിച്ച മുജ്തബ ഖമേനി ടെഹ്റാനിലെ പ്രശസ്തമായ അലവി ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് മതം പഠനത്തിനായി ഖോം സെമിനാരിയിലേക്ക് പോയ അദ്ദേഹം ഇസ്ലാമിക നിയമശാസ്ത്രത്തിലെ ഏറ്റവും ഉയർന്ന പഠനഘട്ടമായ ദർസ് എ ഖാരിജ് ക്ലാസുകൾ സമീപകാലം വരെ നയിച്ചിരുന്നു. പരമോന്നത മത പണ്ഡിതനായ മുജ്ഹിദ് പദവിയിലേക്ക് ഉയരുന്നതിനുള്ള പ്രധാന യോഗ്യതയായാണ് ഈ പഠനം കണക്കാക്കപ്പെടുന്നത്. മുൻ പാർലമെന്റ് സ്പീക്കർ ഖുലാം അലി ഹദാദ് അദലിന്റെ മകൾ സഹ്റ ഹദാദ് അദലിനെയാണ് മുജ്തബ വിവാഹം ചെയ്തത്. ഫെബ്രുവരി 28-ന് അലി ഖമേനിയുടെ വസതിക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ ഭാര്യയും മക്കളിൽ ഒരാളും കൊല്ലപ്പെട്ടിരുന്നു. 3 മക്കളാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് IRGCയുടെ ഹബീബ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മുജ്തബ പിന്നീട് റവല്യൂഷണറി ഗാർഡിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. മുൻ IRGC ഇന്റലിജൻസ് മേധാവി ഹൊസൈൻ തായിഫുമായുമുള്ള ബന്ധം ഏറെ ശ്രദ്ധേയമായിരുന്നു. IRGCയുടെ ഉന്നത നിയമങ്ങളിലും സുരക്ഷാ ഏജൻസികളുടെ നിർണായക തീരുമാനങ്ങളിലും മുജ്തബ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നാണ് നിരവധി ഇറാനിയൻ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹബീബ ബറ്റാലിയനിൽ നിന്ന് നേടിയ സൈനിക പരിചയവും തന്ത്രപരമായ അറിവും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പിതാവിന്റെ ഭരണകാലത്ത് നിഴൽ രാജകുമാരൻ എന്നാണ് മുജ്തബ അറിയപ്പെട്ടിരുന്നത്. നിലവിൽ പരമോന്നത നേതാവായ മുജ്തബയുടെ ആദ്യ പരസ്യ രംഗപ്രവേശനം എപ്പോഴായിരിക്കുമെന്ന് ഉറ്റുനോക്കലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മുജ്തബ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടാൽ ഇരു രാജ്യങ്ങളും എങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന ആകാംക്ഷയും ശക്തമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾക്ക് വാതിൽ തുറക്കുമോ അതോ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ എന്ന ചോദ്യവും രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.